ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ആദ്യം ഇന്നത്തെ ഏറ്റവും പ്രധാന റിപ്പോർട്ടിലേക്ക്. ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാൻ തിരിച്ച്. പത്തനംതിട്ട മല്ലപ്പള്ളിയിലെ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് വൻ തിരിച്ചടി. പ്രസംഗത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി മന്ത്രിയുടെ വാക്കുകൾ അനാദരവെന്ന് നിരീക്ഷിച്ചു. അന്വേഷണത്തിൽ പാളിച്ചയുണ്ടായെന്ന് പോലീസിനെ അതിരൂക്ഷമായി കോടതി വിമർശിക്കുകയും ചെയ്തു. കോടതിയുടേത് അന്തിമവിധി അല്ലെന്നും ഇപ്പോൾ രാജിവെക്കേണ്ടതില്ല എന്നുമാണ് മന്ത്രി സജി ചെറിയാന്റെ നിലപാട്. ജസ്റ്റിസ് ബെച്ചു കുര്യന്റേതാണ് സർക്കാരിനും മന്ത്രിക്കും പ്രതിസന്ധി ഉയർത്തുന്ന വിധി. പോലീസ് അന്വേഷണ റിപ്പോർട്ട് തള്ളിയ കോടതി അന്വേഷണത്തിൽ പാളിച്ചകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി. CCTV ദൃശ്യങ്ങളും ശബ്ദരേഖകളും പോലീസ് പരിശോധിച്ചിട്ടില്ലെന്നും അന്വേഷണം ക്രൈംബ്രാഞ്ച് നടത്തണമെന്നും കോടതി. ഫോറൻസിക് റിപ്പോർട്ട് വരുന്നതിന് മുൻപേ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചു. സാക്ഷികളായ മാധ്യമപ്രവർത്തകരുടെ മൊഴിയെടുത്തില്ലെന്നും അന്വേഷണം ധൃതി പിടിച്ചാണ് പൂർത്തീകരിച്ചതെന്നും ഹൈക്കോടതി. മന്ത്രിസ്ഥാനം രാജിവെക്കില്ലെന്നും കോടതിയുടേത് അന്തിമ വിധിയല്ലെന്നും മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. സ്വാഭാവികമായിട്ടും ഞാനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം എന്ന നിലയിൽ എൻ്റെ ഭാഗം കൂടി ഒരു നീതിയുടെ ഭാഗമായി കേൾക്കേണ്ടതായിരുന്നു. കേൾക്കാതിരിക്കാനുള്ള അവകാശവും കോടതിക്കുണ്ട്, കേൾക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ കേൾക്കാത്തിടത്തോളം കാലം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് പരിശോധിച്ച് നിയമപരമായ തുടർ നടപടികൾ എന്താണ് സ്വീകരിക്കുന്നത് അത് ആലോചിക്കും. സ്വതന്ത്രവും നീതിയുക്തവുമായ അന്വേഷണം നേരത്തെ ഉണ്ടായില്ലെന്നതിന് തെളിവാണ് കോടതി വിധിയെന്ന് ഹർജിക്കാരൻ അഡ്വക്കേറ്റ് ബൈജു നോയൽ ചൂണ്ടിക്കാട്ടി. അദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയെ പ്രതി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മന്ത്രിയാണ്, MLA ആണ്, അതുപോലെ തന്നെ ഒരു വലിയ പൊതുപ്രവർത്തകൻ കൂടിയാണ്. അദ്ദേഹത്തിന് ഇന്ത്യൻ ഭരണഘടനയെ അപമാനിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസിക്യൂഷൻ നടപടികൾ നേരിടാൻ അദ്ദേഹം തയ്യാറാവുകയാണ് വാസ്തവത്തിൽ വേണ്ടത്. അതേസമയം ഏത് സാഹചര്യത്തിലാണ് കുന്തം കുടച്ചക്രം എന്നുള്ള വാക്ക് ഉപയോഗിച്ചതെന്ന് പരിശോധിക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സത്യസന്ധനായ ഉദ്യോഗസ്ഥൻ കേസ് അന്വേഷിക്കുന്നുവെന്ന് ഉറപ്പാക്കണം. പ്രസംഗം കേട്ടവരുടെ മനസ്സിൽ ഭരണഘടനയ്ക്കെതിരെ അവമതിപ്പുണ്ടായോ എന്ന് അറിയേണ്ടതാണെന്നും അന്വേഷണം കാലതാമസമില്ലാതെ തീർപ്പാക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. 24 കൊച്ചി. ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെ മന്ത്രി സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം. മുൻപത്തേക്കാൾ ഗുരുതരമായ സാഹചര്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും രാജിയില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. സജി ചെറിയാനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നായിരുന്നു BJPയുടെ ആവശ്യം. എന്നാൽ രാജി ആവശ്യം CPIM തള്ളി. ആ പ്രതികരണങ്ങളിലേക്ക്. ആദ്യം രാജിവെച്ച സജി ചെറിയാനെ പിൻവാതിലൂടെ വീണ്ടും മന്ത്രിയാക്കി നിയമിച്ച മുഖ്യമന്ത്രിക്ക് കൂടിയുള്ള മറുപടിയാണ് ഈ ഹൈക്കോടതിയുടെ വിധി. അതുകൊണ്ട് അടിയന്തിരമായി സജി ചെറിയാൻ മന്ത്രിസ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. കാരണം ഒരു അന്വേഷണം നടന്നപ്പോൾ നേരത്തെ മന്ത്രിക്ക് അനുകൂലമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് സ്വീകാര്യമല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. അപ്പം മന്ത്രിസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് ആ അന്വേഷണത്തെ അദ്ദേഹം സ്വാധീനിച്ചിട്ടുണ്ട്. ഇനിയും അന്വേഷണം പ്രഹസനമായി മാറും. അതുകൊണ്ട് അടിയന്തിരമായി ഗുരുതരമായ ഈ പരാമർശത്തിൻ്റെയും കോടതി വിധിയുടെയും പശ്ചാത്തലത്തിൽ സജി ചെറിയാൻ മന്ത്രിസ്ഥാനം രാജിവെക്കണം. അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. അദ്ദേഹം മന്ത്രിസ്ഥാനത്ത് ഇരിക്കാൻ പാടില്ല. സാങ്കേതികമായി തന്നെ പാടില്ല. ധാർമ്മികമായി പിന്നെ സംശയമില്ല. ധാർമ്മികമായി സംസ്ഥാന പോലീസ് അന്വേഷിക്കുമ്പോൾ, ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോൾ അന്വേഷണം ഫലപ്രദമായി നടക്കണം എന്നുണ്ടെങ്കിൽ മന്ത്രി ഒഴിഞ്ഞിരുന്ന് കൊടുക്കലാണ് അതിൻ്റെ കീഴ്വഴക്കം രീതിയും. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ രാജിയായിരിക്കും ഉത്തമം. ഭരണഘടനയെ അവഹേളിച്ച സജി ചെറിയാനെ മുഖ്യമന്ത്രി അടിയന്തരമായി മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം. സജി ചെറിയാൻ ഭരണഘടനയെ അവഹേളിച്ചുകൊണ്ട് നടത്തിയ പരാമർശം, ആ പരാമർശത്തിൻ്റെ പേരിൽ നേരത്തെ ഒരു തവണ രാജിവെക്കേണ്ടി വന്ന ആളെ പോലീസ് അന്വേഷണത്തിൽ കുറ്റകരമായിട്ടുള്ളതൊന്നുമില്ല, ഭരണഘടനാപരമായിട്ട് ഭരണഘടനയെ അവഹേളിക്കുന്ന പരാമർശങ്ങൾ ഉള്ളതായിട്ട് തെളിവില്ല എന്നുള്ള പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മന്ത്രിയെ വീണ്ടും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയത്. കോടതിയുടെ വിധി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പുനരന്വേഷണം നടക്കട്ടെ. അതിന് ഞങ്ങൾക്ക് വേറൊന്നും ചെയ്യാനില്ലല്ലോ. രാജിവെക്കണമെന്ന് പറയാതെ ആരാളും ഇവിടെ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലത്തിലായി എന്തടിസ്ഥാനത്തിലാണ്? അതുപോലെ അല്ല കാര്യം. ഇത് സംബന്ധിച്ച് എല്ലാ നിയമവശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിക്കും. എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ
സജി ചെറിയാന് മന്ത്രിസ്ഥാനത്ത് തുടരാൻ കഴിയുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നേരത്തെ ഇതേ പ്രസംഗത്തിന്റെ പേരിലാണ് സജി ചെറിയാന് മന്ത്രിസ്ഥാനം ഒഴിയേണ്ടി വന്നത്. വിഷയം നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ചർച്ചയായേക്കും. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, രാജിയാവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. ഇനിയിപ്പോൾ രാജിയില്ല എന്ന് സർക്കാർ തീരുമാനിച്ചാൽ വലിയ പ്രതിഷേധത്തിലേക്കും പ്രക്ഷോഭത്തിലേക്കും ഒക്കെ പ്രതിപക്ഷവും BJPയും ഒക്കെ പോകാൻ സാധ്യതയുണ്ട്. അതൊരു മുന്നറിയിപ്പായി നേതാക്കൾ നൽകുന്നുണ്ട്. എന്തായിരിക്കും CPMന്റെ നീക്കം? സജി ചെറിയാനെ ഈ അന്വേഷണ സമയത്ത് മന്ത്രിസഭയിൽ തുടരാൻ അനുവദിക്കുക, സംരക്ഷിക്കുക എന്നതായിരിക്കുമോ? സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ ആ സൂചനയാണുള്ളത്. വിജയകുമാർ, ഒരേ പ്രശ്നത്തിൽ എന്തിന് ഒന്നിലധികം തവണ രാജി എന്നുള്ളതാണ് CPM ഇപ്പോൾ ഉയർത്തുന്ന ഇക്കാര്യത്തിലെ വാദം. CPM ഇക്കാര്യത്തിൽ പ്രധാനമായും CPMഉം അതേപോലെ തന്നെ മുന്നണിക്കുള്ളിലും ഒരു പൊതുധാരണയായി ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വിലയിരുത്തൽ എന്ന് പറയുന്നത് സജി ചെറിയാൻ ഈ വിവാദവുമായി ബന്ധപ്പെട്ട് ധാർമ്മികമായി ഒരിക്കൽ രാജിവെച്ചതാണ്. അതിനുശേഷം അദ്ദേഹം അന്വേഷണം നേരിട്ടു, പോലീസ് അന്വേഷണം നടത്തി, കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു, റിപ്പോർട്ട് കോടതി അംഗീകരിക്കുകയും ചെയ്തു. ശേഷം അപ്പീലായി ഹൈക്കോടതിയിലേക്ക് പോവുകയും ഹൈക്കോടതി ഇപ്പോൾ അന്വേഷണത്തിലെ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും പുനരന്വേഷണം നടത്താൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ആ അന്വേഷണം നടക്കട്ടെ, അതിനെന്തിന് രാജി എന്നുള്ളതാണ് CPMന്റെ ഇപ്പോഴത്തെ നിലപാട്. നാളത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സമാനമായ വിലയിരുത്തലും അഭിപ്രായ പ്രകടനങ്ങളും മാത്രം ഉയരാനാണ് സാധ്യത എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ സജി ചെറിയാൻ ഇനിയും അന്വേഷണം നേരിടാൻ അതിന് രാജിവെച്ച് മാറി നിൽക്കേണ്ട ആവശ്യകതയില്ല എന്നുള്ളത് തന്നെയായിരിക്കും സർക്കാരും CPMഉം മുഖ്യമന്ത്രിയും ഒക്കെ എടുക്കുന്ന നിലപാട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം. അതുതന്നെയാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന കാര്യവും. അത് ധ്വനിയായി മുഴങ്ങുന്ന തരത്തിലായിരുന്നു സജി ചെറിയാന്റെ പ്രതികരണവും ഉണ്ടായത്. വിഷയത്തിൽ യാതൊരു ധാർമ്മിക പ്രശ്നവും നിലവിലില്ല. പോലീസ് അന്വേഷിച്ച് നൽകിയ റിപ്പോർട്ടിനെ സാധൂകരിക്കുന്ന നിലപാടാണ് കീഴ്ക്കോടതി സ്വീകരിച്ചത്. അതാണ് ഹൈക്കോടതിയിൽ എത്തിയത്. വീണ്ടും അന്വേഷിക്കാനാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അന്വേഷിച്ച റിപ്പോർട്ട് നൽകട്ടെ. വിഷയത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കോടതി പോകാത്തിടത്തോളം ധാർമ്മിക പ്രശ്നമില്ല. ധാർമ്മികത ഉയർത്തിപ്പിടിച്ചാണ് ആദ്യം രാജിവെച്ചത്. കീഴ്ക്കോടതി പോലീസ് റിപ്പോർട്ട് ശരിവെച്ചതുകൊണ്ട് വീണ്ടും മന്ത്രിയായത്. പ്രസംഗം പരിശോധിച്ച് തെറ്റില്ലെന്ന് ഒരു കോടതി പറഞ്ഞു, അടുത്ത കോടതി അതിന് വിരുദ്ധമായി പറഞ്ഞു. അതിനു മുകളിലും കോടതി ഉണ്ടല്ലോ, അന്വേഷണം തുടർന്ന് നടത്തണമെന്ന് മാത്രമാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞ അല്ലെങ്കിൽ ഇന്ന് വിശദീകരിച്ച കാര്യം. അപ്പോൾ സ്വാഭാവികമായും ഈ വിഷയത്തിൽ സജി ചെറിയാന്റെ രാജി അതിന് ഒരു തരത്തിലുള്ള കളവും ഒരുങ്ങുന്നില്ല. മാത്രവുമല്ല, പ്രതിപക്ഷം ഇനി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ശക്തമാക്കുകയാണെങ്കിൽ അതിനെ ഗൗനിക്കാതെ പോവുക എന്നുള്ളൊരു നിലപാടായിരിക്കും CPM ഈ വിഷയത്തിൽ സ്വീകരിക്കുക. പരിക്കുകളില്ലാതെ തട്ടുകേടുകളില്ലാതെ സജി ചെറിയാൻ ക്യാബിനറ്റിൽ മന്ത്രിസഭയിൽ തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് CPMൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. വിജയകുമാർ. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. നാളത്തെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തേക്കും. പക്ഷേ അങ്ങനെയൊക്കെ പറയുമ്പോഴും ഹൈക്കോടതി ഉത്തരവിൽ ഗൗരവമുള്ള ചില പരാമർശങ്ങളുണ്ട്. പോലീസ് അന്വേഷണം കാര്യക്ഷമമായിരുന്നില്ല, അത് വേണ്ട കാര്യങ്ങളൊന്നും പരിശോധിക്കാതെ ഒരു റിപ്പോർട്ട് കൊടുക്കുകയും അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. ആ നടപടി കൂടി ഇപ്പോൾ ഹൈക്കോടതി റദ്ദാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയ സാഹചര്യം എന്നത് പോലീസ് കൊടുത്ത റിപ്പോർട്ട് തള്ളി മന്ത്രിയുടേത് അനാദരവുണ്ടാക്കുന്ന വാക്കുകളെന്ന് പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെടുന്നു എന്നാണ് ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഭരണഘടനയെക്കുറിച്ച് നടത്തിയ പരാമർശത്തിൽ സജി ചെറിയാന്റെ മന്ത്രിസ്ഥാനം ഒരു തവണ തെറിച്ചതാണ്. സജി ചെറിയാനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഇപ്പോഴത്തെ വിധി. CPMനെ പ്രതിരോധത്തിലാക്കിയ ആ കേസിന്റെ നാൾവഴികൾ. ഈ രാജ്യത്ത് ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യയിൽ വെച്ചിട്ടുണ്ട്. മുക്കുമൂലയൊക്കെ അരിച്ച് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് വേണേൽ പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ മതേതരത്വം, ജനാധിപത്യം, കുന്തം കുറച്ചക്രമൊക്കെ എന്റെ സൈഡിൽ എഴുതിയിട്ടുണ്ട്. 2022 ജൂലൈ 3 പത്തനംതിട്ടയിലെ മല്ലപ്പള്ളിയിൽ CPIM ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു സജി ചെറിയാന്റെ ഈ പ്രസംഗം. വിവാദം ആളിക്കത്തി. സജി ചെറിയാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്ത്. രാജിയില്ലെന്ന നിലപാടുമായി സജി ചെറിയാൻ പിടിച്ചുനിന്നു. നിയമസഭയിൽ ഖേദം പ്രകടിപ്പിച്ചെങ്കിലും പ്രതിപക്ഷ രോഷം അടങ്ങിയില്ല. ഏതെങ്കിലും രീതിയിൽ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാൻ ഞാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾക്ക് പ്രചരണം ലഭിക്കുവാൻ ഇടവന്നിട്ടുണ്ടെങ്കിൽ, കാരണം രാജ്യത്തിൻ്റെ ഭരണഘടനയോട് കൂറും വിധേയത്വമുള്ള ഒരു മന്ത്രി എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിൽ അതിൽ ഞാൻ അതിയായ ദുഃഖവും ഖേദവും പ്രകടിപ്പിക്കുന്ന കാര്യം കൂടി സഭയെ ബോധ്യപ്പെടുത്താൻ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒടുവിൽ CPIM നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരം സജി ചെറിയാന് രാജിവെക്കേണ്ടി വന്നു. രണ്ടാം പിണറായി മന്ത്രിസഭയിലെ ആദ്യ രാജി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി ഞാൻ ആശയവിനിമയം നടത്തിയതിനു ശേഷം മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന എൻ്റെ അഭിപ്രായം ഞാൻ രേഖപ്പെടുത്തി. അതിനാൽ ഞാൻ എൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കുകയാണ്. പിന്നാലെ നിയമ നടപടികൾ. അഭിഭാഷകൻ ബൈജു നോയൽ സജി ചെറിയാനെതിരെ തിരുവല്ല ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചു. കോടതി ഉത്തരവ് പ്രകാരം കേസെടുത്ത പോലീസ് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന് ശേഷം കേസ് അവസാനിപ്പിച്ചു. ഭരണഘടനയെ മനഃപൂർവ്വം അപമാനിച്ചിട്ടില്ലെന്ന് പോലീസ് കോടതിയിൽ. സജി ചെറിയാന് പോലീസിന്റെ ക്ലീൻ ചിറ്റ്.
സത്യപ്രതിജ്ഞയ്ക്ക് ആദ്യം വിസമ്മതിച്ച ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പിന്നീട് മയപ്പെട്ടതോടെ സജി ചെറിയാൻ വീണ്ടും മന്ത്രിസഭയിലേക്ക്. സജി ചെറിയാൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് വിവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും. ഇതിനു പിന്നാലെ അഡ്വക്കേറ്റ് ബൈജു നോയൽ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പ്രസംഗത്തിൽ പുനരന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെ സജി ചെറിയാൻ വീണ്ടും പ്രതിസന്ധിയിൽ. ഒരേ വിഷയത്തിൽ രണ്ടാമതും സജി ചെറിയാന് മന്ത്രിസഭയ്ക്ക് പുറത്തു പോകേണ്ടി വരുമോ എന്നാണ് ഇനി അറിയേണ്ടത്. റിസർച്ച് ഡെസ്ക് 24. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. അമ്മുവിന്റെ മരണത്തിൽ പ്രതിഷേധം കനക്കുന്നു. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മു സജീവന്റെ മരണത്തിൽ വസ്തുത പുറത്തു കൊണ്ടുവരാൻ 24. അമ്മു സജീവന് നീതി തേടി 24ന്റെ ജസ്റ്റിസ് ഫോർ അമ്മു ക്യാമ്പയിൻ. അമ്മു സജീവന്റെ മരണത്തിൽ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനാണ് പോലീസ് തീരുമാനം. മകളെ അപായപ്പെടുത്തിയതാണെന്ന ആരോപണമാണ് കുടുംബം ആവർത്തിച്ചുന്നയിക്കുന്നത്. പത്തനംതിട്ട ചുട്ടിപ്പാറ SME കോളേജ് ഓഫ് നഴ്സിംഗിലെ 4ാം വർഷ വിദ്യാർത്ഥിനി അമ്മു എ സജീവിന്റെ മരണത്തിൽ കോളേജ് അധികൃതരുടെ വിശദീകരണത്തിൽ പൊരുത്തക്കേടുകളാണെന്നാണ് കുടുംബം ആവർത്തിക്കുന്നത്. ആരോപണ വിധേയരായ കുട്ടികൾക്കെതിരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. മുൻപ് പരാതി നൽകിയപ്പോൾ നടപടിയെടുത്തിരുന്നെങ്കിൽ മകൾക്ക് ജീവൻ നഷ്ടമാകില്ലായിരുന്നു. അമ്മുവിനെ അപായപ്പെടുത്തിയത് തന്നെയെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുവെന്നും കോളേജ് പ്രിൻസിപ്പൽ എന്തൊക്കെയോ ഒളിക്കുന്നുവെന്നും അമ്മുവിന്റെ പിതാവ്. മറ്റേ ഈ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാണെന്നാണ് എൻ്റെ ഇത്. ആ 3 കുട്ടികളെയും ഇവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണെന്നാണ്. അതിൻ്റെ അമ്മ ഇവിടെ മദർ പീറ്റിയാണ് ഈ ഒരു കുട്ടിയുടെ. അതിനെ അവർ കോളേജുകാർ അതിനെ എന്നിട്ട് ഇന്ന് വരെ അതിനെതിരെ ഒരു പ്രിൻസിപ്പൾ പറയുന്നത് സോർട്ട് ഔട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ എന്തോ സോർട്ട് ഔട്ട് ചെയ്തു. ഹോസ്റ്റലും അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് ആവശ്യമുണ്ട്. ഹോസ്റ്റൽ അധികൃതരുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത ഉണ്ടായിരുന്നു. ഗുരുതരമായിരുന്നിട്ടും ആശുപത്രിയിൽ എത്തിക്കുന്നതിൽ 1 മണിക്കൂറോളം വൈകിയെന്നും ആക്ഷേപം. ഹോസ്റ്റലുകാരും എന്തോ വിളിക്കുന്നുണ്ട് എന്നോട് തന്നെ. അവളെ അപായപ്പെടുത്തിയത് തന്നെയാണ്. ഒരിക്കലും എനിക്കത് അവൾ സ്വന്തമായിട്ട് ചെയ്യത്തില്ല. കാര്യം ഈ കോളേജുകാർ പറയുന്നത് പരസ്പര വിരുദ്ധമാണ്. അതേസമയം കുടുംബത്തിന്റെ ആരോപണം തള്ളി പത്തനംതിട്ടയിലെ ഹോസ്റ്റൽ അധികൃതർ. നമുക്കിതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. ഇവിടെ ഒരു പീഡനവും ഇല്ല, ഒരു ഇതുമില്ല. കുട്ടി ഇവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ നിൽക്കുമായിരുന്നു. അതെന്തേലും ഉണ്ടെങ്കിൽ നമ്മളോട് പറയണ്ടേ. നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരു തരത്തിലും ഒരു കുഴപ്പവും നമ്മളോട് പറഞ്ഞിട്ടില്ല. നിലവിൽ നടക്കുന്ന പോലീസ് അന്വേഷണത്തിൽ അമ്മു സജീവിന്റെ കുടുംബം തൃപ്തരാണ്. 24 തിരുവനന്തപുരം. അമ്മു സജീവന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് ചുട്ടിപ്പാറ SME കോളേജിലേക്ക് KSU നടത്തിയ മാർച്ചിൽ വൻ സംഘർഷം. കോളേജിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് പത്തനംതിട്ടയിൽ നാളെ KSU വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനം ചെയ്തു. മരിച്ച അമ്മുവിന്റെ സഹോദരന്റെ മൊഴി പോലീസ് ഇപ്പോൾ രേഖപ്പെടുത്തുകയാണ്. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ വെച്ചാണ് വിശദമായി മൊഴി രേഖപ്പെടുത്തുന്നത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, അന്വേഷണം എങ്ങനെ പുരോഗമിക്കുന്നു? പോലീസ് ഇപ്പോൾ ഏത് വഴിക്കാണ് നീങ്ങുന്നത്? ഈ ഹോസ്റ്റൽ കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണത്തിന് കൂടി പോലീസ് തീരുമാനിച്ചിട്ടുണ്ടല്ലോ. കുടുംബത്തിന്റെ ആവശ്യങ്ങൾ, അവരുന്നയിക്കുന്ന ആക്ഷേപങ്ങൾ അതുകൂടി പോലീസ് കണക്കിലെടുത്തിട്ടാണോ മുന്നോട്ട് പോകുന്നത്? അതായത് വിജയകുമാർ, കുടുംബത്തിന്റെ ആരോപണങ്ങൾ പൂർണ്ണമായും പരിഗണിച്ചുകൊണ്ട് ഇത് കേട്ടുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് നിലവിൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ കുടുംബം കോളേജ് അധികൃതർക്കെതിരെയും ഹോസ്റ്റൽ അധികൃതർക്കെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ഈ ആരോപണങ്ങൾ കൃത്യമായി പോലീസ് കേൾക്കുന്നുണ്ട്. പോലീസ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ബന്ധുക്കളുടെ മൊഴി വിശദമായി അമ്മയുടെയും അച്ഛൻ്റെയും ഉൾപ്പെടെയുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം തന്നെ ഇതിൽ ആരോപണ വിധേയരായ 3 വിദ്യാർത്ഥിനികളുടെ മൊഴിയും കോളേജ് അധ്യാപകരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് അതിന് പിന്നാലെയാണ് സഹോദരന്റെ വിശദമായ
വിശദമായ മൊഴിയെടുക്കാൻ പത്തനംതിട്ട സ്റ്റേഷനിലേക്ക് ഇയാളെ വിളിച്ചു വരുത്തിയത്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇദ്ദേഹത്തിൻ്റെ മൊഴിയെടുപ്പ് ഇവിടെ തുടരുകയാണ്. പോലീസ് എല്ലാ വശങ്ങളും പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം നടത്തുമെന്നാണ് വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പോലീസ് അന്വേഷണത്തിനൊപ്പം തന്നെ സർവകലാശാലയുടെ സമിതി നടത്തുന്ന അന്വേഷണവും നിലവിൽ പുരോഗമിക്കുകയാണ്. ഈ സമിതിയും വീട്ടുകാരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ മൊഴി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിനെ സംബന്ധിച്ച് ഈ അമ്മുവിൻ്റെ ഫോൺ ഉൾപ്പെടെ ഇവർ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലം വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്. ഇതിനുശേഷമായിരിക്കും പോലീസ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. നിലവിൽ പോലീസ് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിലാണ് അന്വേഷണം നടത്തുന്നത്. ഏതെങ്കിലും ഘട്ടത്തിൽ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് കൂടുതൽ വകുപ്പുകൾ ചുമത്തി കൂടുതൽ ആളുകളെ ഈ കേസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിക്കാമെന്നാണ് പോലീസിൻ്റെ തീരുമാനം. ഇതിൻ്റെ ഭാഗമായാണ് വിശദമായ മൊഴിയെടുപ്പ്. ഈ മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം ഇത് അവലോകനം നടത്തിയായിരിക്കും പോലീസ് തുടർ നീക്കങ്ങൾ നടത്തുക. അതിനുള്ളിൽ തന്നെ ഈ റിപ്പോർട്ടുകളും ലഭിക്കുന്ന മുറയ്ക്ക് മറ്റൊരു തലത്തിലുള്ള അന്വേഷണം പോലീസ് ആരംഭിക്കും. നിലവിൽ പോലീസ് ഇത് ആത്മഹത്യ എന്ന് തന്നെയാണ് പോലീസിൻ്റെ പ്രാഥമിക വിവരം. അതിനൊപ്പം തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ സമരം പുരോഗമിക്കുകയാണ്. ഇത് കേസുവിൻ്റെ സമരം വലിയ സംഘർഷത്തിലേക്കാണ് കടന്നത്. വരും ദിവസങ്ങളിലും വിദ്യാർത്ഥി സംഘടനകൾ കോളേജിലേക്ക് വലിയ സമരങ്ങൾ നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. യെസ്, ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, അവരുടെ പരാതികൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് പോലീസിന്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അമ്മു സജീവന്റെ മരണത്തിൽ അടിമുടി ദുരൂഹത. കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ അമ്മുവിനെ അരമണിക്കൂറിലധികം വൈകിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാതെ തിരുവനന്തപുരത്തേക്ക് അയച്ചതിലും വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 15-ാം തീയതി വൈകിട്ട് 4:30-യോടെയാണ് അമ്മു സജീവ് ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് ചാടിയത്. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റ അമ്മുവിനെ അരമണിക്കൂറിലധികം വൈകിയാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചത്. അമ്മു താമസിച്ച ഹോസ്റ്റലിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്കുള്ള ദൂരം 2.5 കിലോമീറ്റർ മാത്രമാണെന്നിരിക്കെയാണ് ഈ സമയ വ്യത്യാസം. അവിടെയും അവസാനിച്ചില്ല വീഴ്ചകളുടെ തുടർക്കഥ. 5:18-ന് ആശുപത്രിയിലെത്തിച്ച അമ്മുവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത് 6:55-ന്. ഗുരുതരമായി പരിക്കേറ്റ അമ്മു പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ കഴിഞ്ഞത് 1 മണിക്കൂറും 37 മിനിറ്റും. ഇതിനിടയിൽ ഗുരുതരാവസ്ഥയിലുള്ള അമ്മുവിന്റെ എക്സ്റേ എടുക്കാൻ നിർദ്ദേശിച്ചെങ്കിലും അതിനും കാലതാമസം നേരിട്ടു. 60 കിലോമീറ്റർ ദൂരമുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാതെ എന്തിന് 100 കിലോമീറ്ററിലധികം ദൂരത്തുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തെന്ന കാര്യത്തിലും ഇനിയും ഉത്തരം ലഭിക്കാനുണ്ട്. അമ്മുവിനെ കൊണ്ടുപോയ ആംബുലൻസിൽ ആവശ്യത്തിന് സൗകര്യമില്ലായിരുന്നുവെന്നും ആക്ഷേപമുണ്ട്. എല്ലാ ആരോപണങ്ങളും അന്വേഷണ പരിധിയിലുണ്ടെന്നാണ് പോലീസിന്റെ വിശദീകരണം. 24 പത്തനംതിട്ട. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. കൂട്ടിയും കിഴിച്ചും മുന്നണികൾ. കേരളപ്പോര് പവേർഡ് ബൈ KLM മാക്സിവ ഗോൾഡ് ലോൺ. പുരോഗതിയുടെ ആനന്ദം എല്ലാവർക്കും. Co-sponsored by Bima Jewels 100th Anniversary Super Surprise. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് കുറവിലും ആത്മവിശ്വാസം കൈവിടാതെ മുന്നണികൾ. LDF വോട്ടുകളും ലഭിച്ചു എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അവകാശവാദം. ഇടത് വോട്ടുകൾ പൂർണ്ണമായി പോൾ ചെയ്തിട്ടുണ്ടെന്ന് LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ പ്രതികരിച്ചു. 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാറിന്റെ പ്രതികരണം. പ്രതീക്ഷിച്ച പോളിംഗ് രേഖപ്പെടുത്തിയില്ലെങ്കിലും മുന്നണികൾക്ക് പ്രത്യക്ഷത്തിൽ ആശങ്കയില്ല. സ്വന്തം വോട്ടുകൾ പരമാവധി പോൾ ചെയ്യിക്കാനായി എന്നാണ് ആത്മവിശ്വാസം. UDF വോട്ടുകൾ കൃത്യമായി പോൾ ചെയ്തെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള വരവും ഗുണം ചെയ്തു. പാലക്കാട്ട് നിന്ന് ഒരു MLA നിയമസഭയിലേക്ക് പോകുന്നെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്ന് ഒരു പടി കൂടി കടന്ന് ഷാഫി പറമ്പിലും പറഞ്ഞു. പോളിംഗ് കുറഞ്ഞാലും അതൊരിക്കലും UDFനെ ബാധിക്കില്ല. LDF സെന്റിമെന്റേഴ്സിന്റെ വോട്ട് ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്. CPM-ഉമായൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ ഇന്നും ഇന്നലെയൊക്കെയായിട്ട് ഫോൺ വിളിച്ചിരുന്നു. അപ്പോൾ അവർ പറയുന്ന ഒരു മെജോറിറ്റിയിൽ പോലും നമ്മൾ പറയുന്ന മെജോറിറ്റി തന്നെയാണ് അവർ പറയുന്നത്. പാലക്കാട് ഒരു MLA ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയം ഞങ്ങൾക്ക് ആർക്കുമില്ല. ഇടത് വോട്ടുകൾ പൂർണ്ണമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും സഖാവായി തുടരുമെന്നും LDF സ്ഥാനാർത്ഥി ഡോക്ടർ P. സരിൻ 24-നോട് പറഞ്ഞു. ഇത്രയും പുരുഷാരമായി കാണുമ്പോൾ, ജനാവലിയായി കാണുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി എന്നുള്ളത് സത്യമാണ്. ആ ഒരു സഖാവ് എന്നുള്ള വിളിയിലെ ഒരു പാരസ്പര്യം ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളായിട്ട് തന്നെ ഇവിടെ ഉണ്ടാവും. 5000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ പറയുന്നത്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശം UDFന് തിരിച്ചടിയായെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. പ്രസ്ഥാനത്തിനെതിരായിട്ട് സന്ദീപ് തിരിഞ്ഞതോടുകൂടി ഞങ്ങളുടെ പ്രവർത്തകർക്ക് ഇതൊരു പ്രസ്റ്റീജ് ഇഷ്യൂ ആയി മാറി. UDFന് തിരിച്ചടിയാവുന്നതാണോ? UDFന് തീർച്ചയായിട്ടും തിരിച്ചടിയാവും. UDF ക്യാമ്പുകൾ എന്ന് പറയുന്നത് ഇത് അവസാന കാലത്ത് ഞങ്ങളുടെ തലയിൽ വെച്ച് തന്നൊരു
വയ്യാവേലിയായി പോയി എന്നാണ് അവർ പറയുന്നത്. പോളിംഗ് കഴിഞ്ഞ് സ്ഥാനാർത്ഥികൾ വിശ്രമത്തിലേക്ക് കടന്നെങ്കിലും നേതൃത്വത്തിന് വിശ്രമമില്ല. ബൂത്ത് തലത്തിലുള്ള കണക്കുകൾ ഒത്തുനോക്കി ജയസാധ്യതകൾ പരിശോധിക്കുന്ന തിരക്കിലാണ് അവർ. ശനിയാഴ്ച ഉച്ചവരെ ഈ കണക്കുകൂട്ടലുകൾ തുടരും. 24 പാലക്കാട്. പാലക്കാട്ടെ UDF ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് കുറഞ്ഞു എന്നത് തെറ്റായ പ്രചാരണമാണെന്ന് ഷാഫി പറമ്പിൽ MP. പിരായിരിയിൽ മുൻകാലങ്ങളെക്കാൾ കൂടുതൽ വോട്ട് പോൾ ചെയ്തു. പാലക്കാട്ട് നിന്ന് നിയമസഭയിലേക്ക് ഒരാൾ പോകുന്നുവെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആയിരിക്കുമെന്നും ഷാഫി പറമ്പിൽ പ്രതികരിച്ചു. കുറവ് ഒരുവിധം സ്ഥലങ്ങളിലൊക്കെ ചെറിയ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. മാത്തൂർ പഞ്ചായത്തിൽ ചെറിയ വർധന വന്നിട്ടുണ്ട്. അതിൽ കണ്ണാടിയിലാണ് കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ നഗരത്തിലാണ് വോട്ട് ഏറ്റവും കൂടുതലായിട്ട് കുറഞ്ഞിരിക്കുന്നത്. BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട്. 26,200 വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ പിരായിരിയിൽ പോൾ ചെയ്തിരിക്കുക. ഈ 3 തെരഞ്ഞെടുപ്പിൽ UDF ശക്തി കേന്ദ്രം എന്ന് പറയുന്ന സ്ഥലത്ത് ഏറ്റവും കൂടുതൽ വോട്ട് പോൾ ചെയ്യുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. പാലക്കാട് ഒരു MLA ഈ തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിലേക്ക് പോകുമെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലായിരിക്കുമെന്ന കാര്യത്തിന് ഒരു സംശയം ഞങ്ങൾക്ക് ആർക്കുമില്ല. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, ഈ വോട്ട് നഗരത്തിലെ വോട്ടിനെ പറ്റിയാണല്ലോ ഈ ചർച്ചയും തർക്കവും. ഔദ്യോഗികമായി എന്തെങ്കിലും ഒരു കണക്ക് PRD നൽകിയിട്ടുണ്ടോ? അങ്ങനെ ഒരു കണക്ക് നൽകാത്തത് കൊണ്ടാണ് ഈ ആശയക്കുഴപ്പമെന്ന് നേതാക്കളൊക്കെ പറയുന്നു. എന്താണ് ഗ്രൗണ്ട് റിയാലിറ്റി? വിജയകുമാർ, PRD ഇന്ന് ഔദ്യോഗികമായ കണക്ക് നൽകിയിട്ടില്ല. PRD നൽകിയ കണക്കും ഒപ്പം മാധ്യമങ്ങളിൽ വന്ന കണക്കുമൊക്കെ തെറ്റാണ് എന്നാണ് ഇന്ന് VK ശ്രീകണ്ഠനും ഷാഫി പറമ്പിലും വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്. നഗരസഭാ മേഖലയിൽ പോളിംഗ് 67% മാത്രമേ ഉള്ളൂ. 71 എന്ന കണക്ക് ശരിയല്ല എന്നാണ് ഈ കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ പിരായിരിയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്നത് ശരിയാണ്. 1% കുറവ് മാത്രമേ ഉള്ളൂ. പറയുന്നത് പോലെ 6-7% കുറവുണ്ടായിട്ടില്ല. എന്നാൽ ആകെ പോൾ ചെയ്ത വോട്ട് 26,200 വോട്ടാണ്. പിരായിരിയിൽ സമീപകാല തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം കൂടുതൽ പോൾ ചെയ്ത വോട്ടെടുപ്പ് ഇതാണ് എന്നും ചൂണ്ടിക്കാണിക്കുന്നു. നമുക്ക് കണ്ണാടിയിലും പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്, മാത്തൂരിൽ ഉയർന്നിട്ടുണ്ട്. ഇങ്ങനെ വരുമ്പോൾ UDFന് ഏതെങ്കിലും തരത്തിൽ ആത്മവിശ്വാസം കുറയേണ്ട ഒരു സാഹചര്യമില്ല. പുറത്തു വന്ന കണക്കുകൾ ശരിയല്ല. യഥാർത്ഥത്തിൽ ഈ പോളിംഗ് ബൂത്തിൽ നിന്ന് ബാലറ്റ് അക്കൗണ്ട് കൃത്യമായി എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്ക് കൊടുക്കുന്നുണ്ട്. അത് വെച്ച് കണക്ക് കൂട്ടുമ്പോഴുള്ള കണക്കാണ് തങ്ങൾ പറയുന്നത് എന്നാണ് കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ BJPയും ഒപ്പം ആൾ ചൂണ്ടിക്കാണിക്കുന്നത് പിരായിരിയിലടക്കം വോട്ട് കുറഞ്ഞു, അത് കോൺഗ്രസിന് ഭീഷണിയാകുമെന്ന കാര്യമാണ്. എന്നാൽ വസ്തുത ഔദ്യോഗികമായി ഇതുവരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ PRD പുറത്തുവിട്ടിട്ടില്ല. ഔദ്യോഗിക കണക്ക് PRD പുറത്തുവിട്ടിട്ടില്ല. പാലക്കാട് നഗരസഭയിൽ വോട്ട് കൂടി ശതമാന കണക്കിൽ വലിയ വർധനയുണ്ടായി എന്ന് BJPയും വോട്ട് കുറഞ്ഞു എന്ന് കോൺഗ്രസും പറയുകയാണ്. അതിൻ്റെ ഒരു വസ്തുത എവിടെ എന്നത് വിശദീകരിക്കേണ്ടത് ഒരുപക്ഷെ PRD ആണ്. അവരുടെ കണക്ക് വന്നിട്ടില്ല. പഞ്ചായത്ത് നഗരസഭ തിരിച്ചുള്ളത് അത് വൈകാതെ എത്തുമെന്ന് കരുതാം. ആ സമയത്ത് ഈ അവകാശവാദങ്ങളിൽ വസ്തുത എവിടെയാണ് എന്ന് ബോധ്യപ്പെടും. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട്ട് നിന്ന്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇടവേള കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ ചേലക്കരയിലേക്കാണ് പോകുന്നത്. ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ചേലക്കരയിൽ മുന്നണികളുടെ ചങ്കിടി പേറുകയാണ്. ബൂത്തുതല കണക്കിലും അമിത പ്രതീക്ഷയ്ക്ക് ആർക്കും വകയില്ല. ഇതുവരെ കാണാത്ത അതിശക്തമായ മത്സരമാണ് ഇക്കുറി ചേലക്കരയിലും നടന്നത്. ചേലക്കരയിൽ ആകെ പോൾ ചെയ്തത് 72.77% വോട്ട്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലേതിനേക്കാൾ 4% കുറവ്. ഈ 4%-ത്തിലാണ് മുന്നണികളുടെ നെഞ്ചിടിപ്പ്. അവസാനവട്ട കണക്കുകൂട്ടലുകളിൽ കഷ്ടിച്ചു കയറിക്കൂടാമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മണ്ഡലം LDF നിലനിർത്തിയത് 39,400 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ. ഇക്കുറി അതിനോടടുക്കാനാവില്ല. 10,000 മുതൽ 15,000 വരെ മാത്രമാണ് പ്രതീക്ഷ. ആത്മവിശ്വാസത്തിനപ്പുറം ജാഗ്രത കുറവുണ്ടായെന്നാണ് മുന്നണിയിലെ തന്നെ വിമർശനം. പോളിംഗ് ദിവസം വരെ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു UDF. എന്നാൽ തെരഞ്ഞെടുപ്പാനന്തര വിലയിരുത്തലുകളിൽ അത്ര ഹാപ്പിയല്ല UDF ക്യാമ്പ്. 3,000 മുതൽ 5,000 വരെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാമെന്നാണ് പ്രതീക്ഷ. എല്ലാ നേതാക്കളും ചേലക്കര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചെങ്കിലും സ്ഥാനാർത്ഥിക്ക് പല മേഖലകളിലും സ്വീകാര്യത ലഭിച്ചില്ലെന്നാണ് വിമർശനം. പുതുതായി ചേർക്കപ്പെട്ട 9,000 വോട്ടുകളിൽ 5,000-ന് മുകളിൽ വോട്ടുകൾ രമ്യ ഹരിദാസ് നേടുമെന്നും അവകാശവാദം. 30,000-ത്തോളം വോട്ടുകൾ സമാഹരിച്ച് വെല്ലുവിളി സൃഷ്ടിക്കാമെന്നാണ് NDA കരുതുന്നത്. 3% വോട്ട് DMK പിന്തുണയുള്ള NK സുധീർ നേടുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നു. 24 ചേലക്കര. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഭൂരിപക്ഷം 4 ലക്ഷം കടക്കുമെന്നാണ് UDF കണക്കുകൂട്ടൽ. കഴിഞ്ഞ തവണത്തെ വോട്ട് വിഹിതം ഇക്കുറി ഉണ്ടാകുമോ എന്നാണ് LDFന്റെയും BJPയുടെയും ആശങ്ക.
പ്രിയങ്ക ഗാന്ധിക്ക് 5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷം ലഭിക്കുമെന്നായിരുന്നു UDF നേതാക്കൾ പ്രചാരണ ഘട്ടത്തിലുടനീളം പറഞ്ഞിരുന്നത്. എന്നാൽ പോളിംഗ് കഴിഞ്ഞതോടെ അതിപ്പോൾ 4 ലക്ഷത്തിലേക്ക് ചുരുങ്ങി. കാരണം പോളിംഗ് ശതമാനത്തിലെ കുറവാണ്. 8% വോട്ടുകളാണ് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കുറഞ്ഞത്. തങ്ങളുടെ വോട്ടുകൾ പരമാവധി പോൾ ചെയ്യിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നേതാക്കളുടെ അവകാശവാദം. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു 5 ലക്ഷം വരെ കടന്നു വരത്തക്ക രീതി 4 ലക്ഷത്തിന്റെ മേലെ എന്ത് വന്നാലും ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ലഭിക്കും. അതിനുള്ള ഞങ്ങളുടെ ട്രെൻഡ് ഫോം ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. 50,000-ഓളം വോട്ടുകളുടെ ഇടിവുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് LDF കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തവണ LDF നേടിയത് 2,83,023 വോട്ടുകളാണ്. അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പായതിനാൽ ജനങ്ങൾക്കുണ്ടായ മടുപ്പാണ് പോളിംഗിൽ പ്രതിഫലിച്ചതെന്ന് LDF നേതാക്കൾ പറയുന്നു. രാഹുൽ ഗാന്ധി ഈ വയനാട് മണ്ഡലം ഇട്ടെറിഞ്ഞു പോവുകയും അദ്ദേഹത്തിൻ്റെ സഹോദരിയെ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞതിൽ തന്നെ ഞങ്ങൾക്ക് ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു ജനവിധിയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ജനങ്ങൾ കടുത്ത അസംതൃപ്തി UDFനോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ BJP നേടിയത് 1,41,045 വോട്ടുകൾ. അത് ഇത്തവണ ആവർത്തിക്കുമെന്ന കാര്യത്തിൽ പാർട്ടിക്ക് ആശങ്കയുണ്ട്. മികച്ച പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നും പരമാവധി പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്നുമുള്ള ആത്മവിശ്വാസത്തിലാണ് BJP. കഴിഞ്ഞ തവണ 10 ലക്ഷത്തിലധികം വോട്ടുകൾ പോൾ ചെയ്തപ്പോൾ ഇത്തവണ അത് 9.5 ലക്ഷത്തിലേക്കാണ് ചുരുങ്ങിയത്. ഇത് ആരെ ബാധിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. 24 വയനാട്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയത് 30 വർഷത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം. അന്തിമ കണക്ക് പുറത്തു വന്നപ്പോൾ 65.1 പോളിംഗ് ശതമാനം. അതിനിടെ നാഗ്പൂരിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ തിരിമറി എന്നാരോപിച്ച് കോൺഗ്രസ് പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ വാഹനം ആക്രമിച്ചു. വാശിയേറിയ പോരാട്ടം നടക്കുന്ന സംസ്ഥാനത്ത് അതിനൊത്ത പ്രചാരണ കാലമാണ് കടന്നുപോയത്. എന്നിട്ടും ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്ന കണക്ക് പ്രകാരം പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ താഴെയായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ പുതിയ കണക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടതോടെ ചിത്രം മാറി. എക്സിറ്റ് പോളുകൾ വലിയ തിരിച്ചടിയാണ് പ്രതിപക്ഷത്ത് നിന്ന് നൽകുന്നതെങ്കിലും ഉയർന്ന പോളിംഗ് അവർക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായ വിദർഭയിലടക്കം പോളിംഗ് സംസ്ഥാന ശരാശരിയേക്കാൾ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിൽ ഫലം വന്നതിന് പിന്നാലെ ഉണ്ടാകുന്ന ഏത് സാഹചര്യവും നേരിടാൻ മുന്നണികൾ കണക്കുകൂട്ടൽ തുടരുകയാണ്. ഹരിയാനയിൽ എക്സിറ്റ് പോളുകൾ തെറ്റിയ അനുഭവം മഹാരാഷ്ട്രയിൽ അനുകൂല സാഹചര്യമായി കണക്കുകൂട്ടുന്നുണ്ട് കോൺഗ്രസ്. സ്ത്രീകൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി വലിയ ഗുണം ചെയ്തെന്ന് BJP സഖ്യവും കരുതുന്നു. എക്സിറ്റ് പോളുകളിൽ തിരിച്ചടിയാണ് പറയുന്നതെങ്കിലും ഒരു തൂക്ക് സഭ വന്നാൽ കിങ് മേക്കറാകാനുള്ള ഒരുക്കത്തിലാണ് അജിത് പവാർ. അതേസമയം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന പല അക്രമ സംഭവങ്ങളുടെയും വിവരങ്ങളും ഇന്ന് പുറത്തു വന്നു. EVM മെഷീൻ അനധികൃതമായി കൊണ്ടുപോവുകയാണെന്ന് ആരോപിച്ച് നാഗ്പൂരിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്റെ വാഹനം കോൺഗ്രസ് പ്രവർത്തകർ തടയുകയും ആക്രമിക്കുകയും ചെയ്തു. എന്നാൽ കയ്യിലുണ്ടായിരുന്ന EVM വോട്ടെടുപ്പിന് ഉപയോഗിച്ചിട്ടില്ലെന്നും ഏതെങ്കിലും ഒന്ന് തകരാറിലായാൽ പകരം ഉപയോഗിക്കാനുള്ളതാണെന്നും പോലീസ് പറഞ്ഞു. ബീഡിൽ ചില ബൂത്തുകൾക്ക് നേരെയും ഇന്നലെ ആക്രമണമുണ്ടായി. 24 മുംബൈ. മണിപ്പൂരിന്റെ നെഞ്ചിലെ തീ. സംഘർഷത്തിന് അയവില്ലാതെ മണിപ്പൂർ. ജിരിബാമിൽ മെയ്തേ യുവാവിനെ കുക്കികൾ തട്ടിക്കൊണ്ടുപോയി. അതേസമയം മുഖ്യമന്ത്രി ബീരൻ സിംഗ് വിളിച്ച യോഗത്തിൽ പങ്കെടുക്കാത്ത MLA-മാർക്ക് നോട്ടീസ് അയച്ചു. മണിപ്പൂരിൽ കുക്കി മെയ്തേ വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ അയവില്ലാതെ തുടരുകയാണ്. സംഘർഷം രൂക്ഷമായി തുടരുന്ന ജിരിബാമിൽ മെയ്തേ വിഭാഗത്തിൽപ്പെട്ട യുവാവിനെ അക്രമികൾ തട്ടിക്കൊണ്ടുപോയി. സംഭവത്തിന് പിന്നിൽ കുക്കി വിഭാഗമാണെന്നാണ് ആരോപണം. യുവാവിനെ കണ്ടെത്താൻ സുരക്ഷാസേനയും പോലീസും തിരച്ചിൽ ആരംഭിച്ചു. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന 6 പേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധം തുടരുന്നതിനിടെയാണ് സംഭവം. തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത NDA യോഗത്തിൽ നിന്ന് വിട്ടുനിന്ന കുക്കി വിഭാഗത്തിൽ നിന്നുള്ള 11 MLA-മാർക്ക് മുഖ്യമന്ത്രി ബിരേൻ സിംഗ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചു. എന്നാൽ നോട്ടീസ് ലഭിച്ചിട്ടില്ലെന്ന് MLA-മാർ പ്രതികരിച്ചു. പിന്തുണ പിൻവലിച്ച ശേഷം NPP-യുടെ 3 MLA-മാർ യോഗത്തിൽ പങ്കെടുത്തതും വിവാദമായി. മണിപ്പൂരിലെ വംശീയ വിഭാഗങ്ങൾക്ക് പ്രാദേശിക സ്വയംഭരണാവകാശം നൽകണമെന്ന് എക്സ്പോസ്റ്റിലൂടെ അഭിപ്രായപ്പെട്ട P. ചിദംബരത്തിനെതിരെ നടപടി ആവശ്യപ്പെട്ട് മണിപ്പൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മല്ലികാർജുൻ ഖർഗെയ്ക്ക് നോട്ടീസ് അയച്ചു. വിവാദമായതിനെ തുടർന്ന് P. ചിദംബരം പോസ്റ്റ് പിൻവലിച്ചിരുന്നു. ഏറ്റവും വേദനാജനകമായൊരു സാഹചര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ മണിപ്പൂർ മുന്നോട്ട് പോകുന്നത്. ഇതിനൊരു അറുതി ഉണ്ടാവണം, ഒപ്പം തന്നെ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ വിവിധ സംഘടനകൾ പ്രതിഷേധവുമായി ഇപ്പോൾ മണിപ്പൂരിലെത്തിയിരിക്കുന്നത്. മണിപ്പൂരിലെ ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദ്രനൊപ്പം വിനീത VG 24. മണിപ്പൂരിൽ നടക്കുന്നത് യുദ്ധമല്ല,
ആക്രമണവും പ്രതിരോധവുമാണെന്ന് മെയ്തേയ് തലവൻ പ്രമോദ് സിംഗ്. നീതി ഉറപ്പാക്കിയാൽ മാത്രമേ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകൂ. കുക്കികളുടെ ആക്രമണത്തെ പ്രതിരോധിക്കുകയാണെന്നും മെയ്തേയ് നേതാവ് പ്രമോദ് സിംഗ് 24-നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. ഞാനിപ്പോൾ ഉള്ളത് മെയ്തേയ് വിഭാഗത്തിൻ്റെ ഒരു കേന്ദ്രത്തിലാണ്. ഏതൊരു ആക്രമണത്തെ നേരിടാനും ഒപ്പം തന്നെ ആ ആക്രമണത്തിന് തിരിച്ചടി നൽകുന്നതിനും ഒക്കെയുള്ളൊരു സംവിധാനം ഈ കേന്ദ്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. നമുക്ക് പിന്നിൽ ഈ ദൃശ്യങ്ങളിലൊക്കെ കാണുന്ന ആളുകൾ അവർ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ സുരക്ഷാ സേനയോ ഒന്നുമല്ല, ഈ മെയ്തേയ് വിഭാഗത്തിൻ്റെ ആളുകളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏതൊരു ആക്രമണത്തെ നേരിടാനുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ സന്നാഹങ്ങളും ഈ രഹസ്യ കേന്ദ്രങ്ങളിൽ ഇവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്കൊപ്പം ഇപ്പോൾ മെയ്തേയ് വിഭാഗത്തിന്റെ തലവൻ അദ്ദേഹം നമുക്കൊപ്പം ചേരുകയാണ്. വാട്ട്സ് ദ കറന്റ് സിറ്റുവേഷൻ ഇൻ മണിപ്പൂർ? Unprepared, unprovoked attacks from the Kuki Sin groups to Meiteis. Time to time they had been attacking us and Meitei had been defending. That situation is still on and that is what is happening. And little more serious part is now they started picking up, kidnapping our women and children, and in their custody they are killing in a very inhuman way. Right now the humans are suffering a lot of issues, including the children's, ladies and the opposition parties. There are main argument is the government is totally failed in Mali. That the politics part, I mean the electoral politics part, I don't understand because you know if there is a crisis in the hills from the Kuki side, if they attack the Meiteis, then somehow they also started some noises. I don't know, but this ruling or opposition, we don't know what the political games they are into. What is the solution of this incident? Solution may be conducive at a time when these people attack us without any provocation. So there should be some kind of a legal punishment or legal answer to them. Why they attack us at the first place? Why they burn down our houses? Why they driven out by the villages? When that justice is done, then we can talk about solution or peace. It is not time to talk about peace. And why are you so angry with that Kukis people? This Kuki, they were brought to Manipur, which is part of India, by the Britishers. And their presence has been since 19th century in a way that they are not indigenous of these people. Now, there are people, Kuki people, who are Indians. But they keep on bringing more and more Kukis. And when they brought these Kukis in large numbers and settled down in Manipur, and on May 3rd they attack us without any provocation. There was no problem between Meiteis and Kuki. They just attack us. When they attack us, kill our people and burn down our houses, how can you even ask me why we are angry? കുക്കി വിഭാഗക്കാരാണ് ആക്രമണങ്ങൾ നടത്തുന്നത്. ആ ആക്രമണങ്ങളെ പ്രതിരോധിക്കുക മാത്രമാണ് അല്ലെങ്കിൽ അതിനെ നേരിടുക മാത്രമാണ് മെയ്തേയ് വിഭാഗങ്ങൾ ചെയ്യുന്നത്. ഈ മെയ്തേയ് വിഭാഗക്കാരുടെ വീടുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു, അവരുടെ ആളുകൾക്ക് നേരെ ആക്രമണങ്ങൾ നടക്കുന്നു. ഇതിനെതിരെയൊക്കെ ഞങ്ങൾ പ്രതിരോധിക്കുകയാണ് എന്നാണ് ഇപ്പോൾ മെയ്തേയ് വിഭാഗത്തിന്റെ തലവൻ പ്രമോദ് സിംഗ് അദ്ദേഹം 24-നോടൊപ്പം ചേർന്ന് പറഞ്ഞിരിക്കുന്നത്. ഇംഫാലിൽ നിന്ന് ക്യാമറാമാൻ ജിതീന്ദറിനൊപ്പം വിനീത വിജി, 24. മുണ്ടക്കൈ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട കേന്ദ്ര സഹായം നേടിയെടുക്കാൻ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർലമെന്റിന്റെ ശീതകാല സമ്മേളനത്തിന് മുന്നോടിയായി വിളിച്ച എംപിമാരുടെ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്. സംസ്ഥാനത്തിന് ധനസഹായം നൽകുന്നതിൽ കേന്ദ്രം വിമുഖത കാട്ടുന്നുവെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ കുറ്റപ്പെടുത്തി. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ നടന്ന എംപിമാരുടെ യോഗത്തിലാണ് കേന്ദ്ര സഹായം വാങ്ങിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത്. അർഹമായ സഹായം വൈകുന്നതിൽ പ്രതിഷേധം അറിയിക്കണമെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ ആവശ്യപ്പെട്ടു. ആവശ്യങ്ങൾ കൃത്യമായി കേന്ദ്രത്തെ അറിയിച്ചിരുന്നു.
ഒരാവശ്യത്തിനും കേന്ദ്രം അനുകൂല മറുപടി നൽകിയില്ലെന്നും മുഖ്യമന്ത്രി. കേരളത്തിന് അർഹമായ ദുരന്ത സഹായം വൈകുന്നതിലുള്ള ഗൗരവതരമായ പ്രതിഷേധം നമ്മൾ അറിയിക്കേണ്ടതായിട്ട് വരും. അത് നമ്മൾ പാർലമെന്റിൽ ഗൗരവമായിട്ട് ഉന്നയിക്കേണ്ടതാണെന്നാണ് തോന്നുന്നത്. ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളിയിട്ടില്ല. എംപിമാർക്ക് 25 ലക്ഷം രൂപ വരെ ചെലവഴിക്കാനാകും. ആവശ്യത്തിനു വേണ്ടി ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും മുഖ്യമന്ത്രി. നമ്മുടെ സംസ്ഥാനത്തുള്ള എംപിമാരും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എംപിമാരായിട്ടുള്ള കേരളീയർ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മൂലധന നിക്ഷേപം 1542 കോടി കേന്ദ്രത്തിൽ നിന്നും വാങ്ങിച്ചെടുക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. വിഴിഞ്ഞം ഗ്യാപ് വയബിലിറ്റി ഫണ്ട് കേന്ദ്രം വായ്പയായി അനുവദിക്കുന്നത് തിരുത്താൻ എംപിമാർ സമ്മർദ്ദം ചെലുത്തണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. തട്ടിപ്പും വഞ്ചനയും നടത്തിയെന്നാരോപിച്ച് ആഗോള കോടീശ്വരൻ ഗൗതം അദാനിക്കെതിരെ അമേരിക്കയിൽ അറസ്റ്റ് വാറണ്ട്. കരാറുകൾ നേടാൻ കൈക്കൂലി നൽകിയെന്നും കള്ളം പറഞ്ഞ് ശതകോടികളുടെ നിക്ഷേപം സമാഹരിച്ചുവെന്നുമാണ് കുറ്റപത്രം. ഗൗതം അദാനിയുടെ സംരക്ഷകൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി. JPC അന്വേഷണം വേണമെന്ന് കോൺഗ്രസും CBI അന്വേഷണം വേണമെന്ന് CPIM ആവശ്യപ്പെട്ടു. ഊർജ്ജ പദ്ധതിയുമായി ബന്ധപ്പെട്ട കരാറുകൾ ലഭിക്കാനായി ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് $265 മില്യൺ കൈക്കൂലി നൽകിയെന്നാണ് ഗൗതം അദാനിക്കെതിരെ അമേരിക്കൻ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷന്റെ കണ്ടെത്തൽ. കൈക്കൂലി വാങ്ങിയുള്ള കരാറിലൂടെ ഏകദേശം 16,000 കോടി രൂപ ലാഭം ലക്ഷ്യമിട്ടു. കള്ളം പറഞ്ഞ് അമേരിക്കൻ നിക്ഷേപകരിൽ നിന്നും രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നും ശതകോടികളുടെ നിക്ഷേപങ്ങൾ സമാഹരിച്ചെന്നും കുറ്റപത്രത്തിലുണ്ട്. തട്ടിപ്പ്, കൈക്കൂലി, വഞ്ചന കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഗൗതം അദാനിയെ കൂടാതെ മറ്റേഴ് പേരും കേസിൽ പ്രതികളാണ്. അദാനിക്കെതിരെ സംയുക്ത പാർലമെന്ററി കമ്മിറ്റി അന്വേഷണം വേണമെന്ന പ്രതിപക്ഷ ആവശ്യം ശരിവയ്ക്കുന്നതാണ് പുതിയ നടപടികളെന്ന് കോൺഗ്രസ്. The Prime Minister is protecting Mr. Adani and the Prime Minister is involved in corruption with Mr. Adani. This has been clearly indicated. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദാനിക്കുമെതിരെ വിമർശനവുമായി BJP നേതാവ് സുബ്രഹ്മണ്യൻ സ്വാമിയും രംഗത്തെത്തി. അദാനിക്കെതിരെ കേസെടുക്കാനോ സന്യാസത്തിന് പോകാനോ മോദിക്ക് സമയമായെന്ന് സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. കേസിന്റെ വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ അദാനി ഗ്രൂപ്പിന്റെ ഓഹരികളിൽ 20% ഇടിവ് രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് 24. ഇപ്പോൾ വരുന്ന റിപ്പോർട്ടിലേക്ക്. എറണാകുളം പടവൂർ SNGIST കോളേജിനെതിരായ സ്വകാര്യ ബാങ്കിന്റെ ജപ്തി നടപടി നിർത്തിവെച്ചു. കോളേജ് മാനേജ്മെന്റ് ബാങ്ക് അധികൃതരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. 1 കോടി രൂപ ആദ്യഘട്ടത്തിൽ അടയ്ക്കാമെന്ന് മാനേജ്മെന്റ് അറിയിച്ചതോടെയാണ് ബാങ്ക് നടപടികൾ നിർത്തിയത്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. നിതിൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, നിലവിലൊരു താൽക്കാലിക ആശ്വാസം എന്ന് തന്നെ പറയാം. പക്ഷേ അപ്പോഴും ഇവിടെ വലിയ പ്രതിഷേധവുമായി വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ രക്ഷിതാക്കളും രംഗത്തുണ്ട്. കാരണം കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ബാങ്ക് അധികൃതരും കോളേജ് അധികൃതർ തമ്മിൽ, മാനേജ്മെന്റ് തമ്മിൽ ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇവരുടെ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ഈ കോളേജിന് പുറത്ത് കാത്തുനിൽക്കണം. പോലീസ് ഒരു തരത്തിൽ പോലും അവരെ കടത്തിവിടുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളടക്കം വലിയ പ്രതിഷേധം ഉയർത്തുകയാണ്. 2014 കോളേജ് 4 കോടി രൂപ സ്വകാര്യ ബാങ്കിൽ നിന്നും വായ്പയെടുത്തത്. ആ വായ്പ മുടങ്ങി ഏതാണ്ട് 19 കോടി രൂപ ഇപ്പോൾ തിരിച്ചടക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇതിനിടയിൽ മാനേജ്മെന്റ് മാറി. ഇരു മാനേജ്മെന്റ് തമ്മിലുള്ള ഒരു തർക്കമാണ് ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ ബാധിക്കുന്ന നിലയിലേക്ക് ഈ ഒരു പ്രശ്നത്തെ വഷളാക്കിയത്. ഇത് അടിയന്തരമായ നടപടി വേണമെന്നൊരു ആവശ്യമാണ് ഈ വിദ്യാർത്ഥികളടക്കം ഒന്നടക്കം ആവശ്യപ്പെടുന്നത്. രക്ഷിതാക്കളും സമാനമായ ആവശ്യം തന്നെയാണ് ഉയർത്തുന്നത്. എന്തായാലും വലിയ ആശങ്ക തന്നെയാണ് ഇവിടുത്തെ രക്ഷിതാക്കളടക്കം ഉയർത്തുന്നത്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി രക്ഷിതാക്കളടക്കം ഇവിടെയുണ്ട്. പക്ഷേ പോലീസോ അല്ലെങ്കിൽ കോളേജ് അധികൃതരോ ഈ കോളേജിനകത്ത് രക്ഷിതാക്കളെ കയറ്റിവിടുന്നൊരു സമീപനം സ്വീകരിച്ചിരുന്നില്ല. എന്തായാലും ഇപ്പോൾ രക്ഷിതാക്കളടക്കം ഈ ഒരു ആശങ്ക പറയുമ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളായി ചേച്ചിയുടെ കാത്തിരിക്കുന്നു. എന്താണ് പോലീസോ അല്ലെങ്കിൽ പോലീസ് കേട്ടില്ല. ഞാൻ PTA എക്സിക്യൂട്ടീവ് മെമ്പറാണ്. ഇതിന്റെ പുറകെ മാസങ്ങളായിട്ട് നടക്കുന്നതാണ്. ഇപ്പൊ ഇന്ന് ഞങ്ങളിവിടെ മീറ്റിംഗിന് വരാനിരുന്ന, പക്ഷെ രാവിലെ തൊട്ട് PTA എക്സിക്യൂട്ടീവ് മെമ്പറാണെന്ന് പറഞ്ഞിട്ട് പോലും അവർ നമ്മളകത്തേക്ക് കേട്ടണില്ല. പോലീസ് സൗമ്യമായിട്ട് പറഞ്ഞു നോക്കി, എനിക്ക് നട്ടലിന് കംപ്ലൈന്റ് ഉള്ളത്, നടുവേദന, കാൽ, അതെല്ലാം പറഞ്ഞു. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ എത്രയോ മണിക്കൂറായി നമ്മളിവിടെ നിൽക്കണം. വിജുമരത്തിൽ PTA ഭാരവാഹികളെ പോലും അകത്തേക്ക് കടത്തിവിടാതെ ഇപ്പോൾ മീറ്റിംഗ് തുടരുകയാണ്. എന്താണ് ഈ വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച ഒരു തീരുമാനം എന്നതാണ് ഇവർക്ക് അറിയേണ്ടത്. നമുക്കറിയാം, താൽക്കാലികമായി ഇപ്പോൾ ജനുവരി
20-നകം 1 കോടി രൂപ അടക്കണമെന്നൊരു നിബന്ധനയാണ് ഈ യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി തന്നെ ഒരു അറിയിപ്പ് ഇതുവരെ ലഭിച്ചിട്ടില്ല. മാത്രമല്ല ഈ ജനുവരി 20 സ്വാഭാവികമായി 1.5 മാസം മാത്രമേ ബാക്കിയുള്ളൂ. ഇതിനിടയിൽ ഇവരുടെ വിദ്യാർത്ഥികളെ ഏത് നിലയിൽ തുടർ വിദ്യാഭ്യാസം അടക്കമുള്ള കാര്യത്തിൽ കോളേജ് അധികൃതർ തീരുമാനം സ്വീകരിക്കുമെന്നതെല്ലാം തന്നെ ഇവർക്ക് അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ വർഷങ്ങളായി ഇവർ വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇത് 3ാം തവണയാണ് ബാങ്ക് അധികൃതർ ജപ്തിയുമായി ഇവിടേക്ക് വരുന്നത്. അങ്ങനെ ജപ്തി ഭീഷണി നിൽക്കുന്ന കോളേജിലെ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ അവരുടെ ഭാവി സംബന്ധിച്ച് വലിയ ആശങ്കയിലൂടെ കടന്നു പോകുന്നതിനാണ് പ്രധാനപ്പെട്ടത്. ജപ്തി ഭീഷണി നിലനിൽക്കുന്ന കോളേജിൽ പഠിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ രക്ഷിതാക്കളുടെ ആശങ്ക, അതാണ് അവിടെ ചർച്ചയാകുന്നതാണ്. ഇപ്പോൾ നിതിൻ സംസാരിച്ചപ്പോൾ രക്ഷിതാക്കളും സൂചിപ്പിച്ചത് അക്കാര്യത്തിൽ ഒരു കൃത്യമായ മറുപടി നൽകാൻ മാനേജ്മെന്റിനോ പോലീസിനോ കഴിയുന്നില്ല എന്നതൊരു വസ്തുതയാണ്. ഒരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നത് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച കേസ് ഹൈക്കോടതി റദ്ദാക്കി എന്നുള്ളതാണ്. അതിൽ കോടതി ഒരു കാര്യം പറയുന്നുണ്ട്. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കുന്നത്. ഏത് നിറത്തിലുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും നിയമവിരുദ്ധമല്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. പറവൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശിയതിന് രജിസ്റ്റർ ചെയ്ത കേസാണ് ഇപ്പോൾ റദ്ദാക്കിയത്. ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റമുണ്ടായിരുന്നു, അതും കോടതി റദ്ദാക്കിയിട്ടുണ്ട്. പ്രതിഷേധത്തിനിടെ ബലപ്രയോഗം സ്വാഭാവികമാണ് എന്ന് കോടതി പറയുന്നു. ഈ ചെറിയ കാര്യങ്ങളിലെ നിയമ നടപടികൾ ഒഴിവാക്കണം എന്നാണ് സിംഗിൾ ബെഞ്ച് ഒരു നിർദ്ദേശമായി മുന്നോട്ട് വച്ചിരിക്കുന്നത്. എല്ലാ കാര്യത്തിലും കേസെടുത്താൽ കേസെടുക്കാനേ സമയം കാണൂ എന്ന വിമർശനം കോടതിയിൽ നിന്ന് ഉയരുന്നുണ്ട്. 2017 ഏപ്രിൽ 9 പറവൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ചവർക്കെതിരെ എടുത്ത കേസാണ് കോടതി ഇപ്പോൾ റദ്ദാക്കിയത്. ഏതു നിറത്തിലുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും നിയമവിരുദ്ധമല്ല. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ്. പ്രതിഷേധം സംബന്ധിച്ച നേരത്തെയും ഇപ്പോഴുമൊക്കെയുള്ള പല കേസുകളിലും പ്രധാനപ്പെട്ടതാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്. വാർത്താമഴ തുടരുന്നു. ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് BJP അധ്യക്ഷനായിരിക്കെ PS ശ്രീധരൻപിള്ള നടത്തിയ പ്രസംഗത്തിനെതിരെയുള്ള കേസ് റദ്ദാക്കി. വിവാദമായ സുവർണാവസര പരാമർശമുള്ള പ്രസംഗത്തിനെതിരായ കേസാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള PS ശ്രീധരൻപിള്ളയുടെ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ്. കോഴിക്കോട് കസബ പോലീസാണ് പ്രസംഗത്തിൽ നേരത്തെ കേസെടുത്തത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന മെഗാ കേബിൾ ഫെസ്റ്റിന് കൊച്ചിയിൽ തുടക്കം. KJ മാക്സി MLA മേള ഉദ്ഘാടനം ചെയ്തു. മാധ്യമരംഗത്തെ മാറ്റങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മെഗാ കേബിൾ ഫെസ്റ്റ് മുഖ്യ പങ്ക് വഹിക്കുമെന്ന് KJ മാക്സി പറഞ്ഞു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വിപുലമായ ഡിജിറ്റൽ കേബിൾ ബ്രോഡ്ബാൻഡ് എക്സിബിഷനായ മെഗാ കേബിൾ ഫെസ്റ്റിന്റെ 22ാം എഡിഷനാണ് കൊച്ചിയിൽ തുടക്കമായത്. വാർത്താവിനിമയ രംഗത്തെ മാറ്റങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മെഗാ കേബിൾ ഫെസ്റ്റിന് സാധിക്കുമെന്ന് KJ മാക്സി MLA പറഞ്ഞു. ഈ മേഖലയിൽ പുതിയ സാങ്കേതികതകൾ എല്ലാ കാലത്തും വന്നുകൊണ്ടിരുന്ന സാങ്കേതികതകളെല്ലാം കൂടുതൽ ഇതിന്റെ ഭാഗമായി ഈ വാർത്താവിനിമയ രംഗത്ത് കടന്നു വരാൻ സാധിക്കട്ടെ, അത് പ്രയോജനപ്പെടുത്തട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള മെഗാ കേബിൾ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുവെച്ചിരുന്നു. പ്രമുഖ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനികളും ടെക്നോളജി പ്രൊവൈഡർമാരും ട്രേഡർമാരും പുതിയ സാങ്കേതിക വിദ്യകളും ഉത്പന്നങ്ങളും അവതരിപ്പിക്കുന്ന വിവിധ സ്റ്റാളുകൾ മേളയുടെ പ്രധാന ആകർഷണമാണ്. ഈ എക്സിബിഷനിൽ ഇന്ത്യയിലും വിദേശത്തുമുള്ള എല്ലാ മുൻനിര ബ്രാൻഡുകളും കേബിൾ TV മേഖലയും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡുമായി ബന്ധപ്പെട്ട എല്ലാ മുൻനിര കമ്പനികളും ഈ എക്സിബിഷനിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി പുതിയ അറിവുകൾ പകർന്നു നൽകുന്ന വിവിധങ്ങളായ സെമിനാറുകൾ അടക്കമുള്ള സെക്ഷനുകൾ എക്സിബിഷന്റെ ഭാഗമായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഏഷ്യാനെറ്റ് ബിസിനസ് ഹെഡ് കിഷൻകുമാർ, BBC സൗത്ത് ഏഷ്യ ഡിസ്ട്രിബ്യൂഷൻ വൈസ് പ്രസിഡന്റ് സ്റ്റാൻലി ഫെർണാണ്ടസ് എന്നിവർ മുഖ്യാതിഥികളായി. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, ട്രഷറർ ബിനു ശിവദാസ്, ജനറൽ കൺവീനർ KV രാജൻ, കേരള ഇൻഫോമീഡിയ CEO NE ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. 24 കൊച്ചി. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പ്രധാന റിപ്പോർട്ടിലേക്കാണ്. മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച കേസ് ഹൈക്കോടതി റദ്ദാക്കി. പറവൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശിയതിന് രജിസ്റ്റർ ചെയ്ത കേസാണ് റദ്ദാക്കിയത്. കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ല എന്ന് കോടതി വ്യക്തമാക്കുകയാണ്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇക്കാര്യത്തിൽ എന്താണ് കോടതിയുടെ പരാമർശം? ഇത് വളരെ പ്രധാനപ്പെട്ടതും എന്ന് വെച്ചാൽ ഇത്തരം പ്രതിഷേധങ്ങളെ പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നതിൽ ഒരു ഗൈഡ് ലൈൻ കൂടി ആവുകയാണല്ലോ ഈ ഉത്തരവ്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ്, സീനിയർ ജഡ്ജ് കൂടിയാണ് അദ്ദേഹത്തിന്റെ ബെഞ്ചാണ് സുപ്രധാനമായ ഈ ഉത്തരവ് പുറപ്പെടുവിച്ചത്. കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധം 2017 ൽ
പറവൂരിൽ വെച്ച് നടന്നിരുന്നു. ആ സമയത്ത് കരിങ്കൊടി മുഖ്യമന്ത്രിയെ കാണിച്ചത് അപകീർത്തിപരവും അതോടൊപ്പം തന്നെ അപമാനിക്കാൻ ലക്ഷ്യമിട്ടുള്ളതുമാണ് എന്നുള്ളതായിരുന്നു പോലീസിന്റെ ആരോപണം. അതുപ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്ത് കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് ആ കേസ് ഇപ്പോൾ റദ്ദാക്കിയത്. കോടതി പറയുന്നത് ഇങ്ങനെയാണ്: കരിങ്കൊടി പ്രതിഷേധം അപകീർത്തികരമോ അപമാനിക്കലോ അല്ല. ഏത് നിറത്തിലുള്ള കൊടി ഉപയോഗിച്ചുള്ള പ്രതിഷേധവും നിയമവിരുദ്ധമല്ല. അത് നിയമപരമായി തന്നെ ചെയ്യാവുന്നതാണ്. പറവൂരിൽ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി വീശിയതിന് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കുകയാണെന്ന് കോടതി പറഞ്ഞു. ഉദ്യോഗസ്ഥരുടെ ജോലി തടസ്സപ്പെടുത്തിയെന്ന കുറ്റവും റദ്ദാക്കി. പ്രതിഷേധത്തിനിടെ ചെറിയ മൽപ്പിടുത്തമൊക്കെ ഉണ്ടാകും. അതിനൊക്കെ പോയി കേസെടുക്കാൻ നിന്നാൽ എല്ലാ ചെറിയ കാര്യത്തിനും കേസെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇത് ആശാസ്യമല്ലെന്നും കോടതി പറയുന്നു. അതായത് ഇത്തരത്തിലുള്ള കരിങ്കൊടി പ്രതിഷേധങ്ങളൊക്കെ തന്നെ നിയമത്തിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതിന് തെറ്റില്ല, തടസ്സങ്ങളില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് കോടതി. യെസ്, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീകാന്ത്, ഇന്നത്തെ രണ്ട് പ്രധാനപ്പെട്ട ഉത്തരവുകൾ ഇപ്പോൾ സജി ചെറിയാന്റെ കേസിലും ഈ കേസിലും രണ്ടും ജസ്റ്റിസ് ബച്ചു കുര്യന്റെ ബെഞ്ചിൽ നിന്നാണ് വന്നത്, അല്ലേ? തീർച്ചയായും പ്രധാനപ്പെട്ട ഇന്ന് ചർച്ചയായ പ്രധാനപ്പെട്ട രണ്ട് കേസുകളും ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ചാണ് വിധിച്ചത്. യെസ്, അങ്ങനെ പ്രധാനപ്പെട്ട രണ്ട് കോടതി വാർത്തകൾ ഈ വാർത്താ പകലിൽ ചർച്ചയാവുകയാണ്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. വാർത്താ മഴ തുടരുന്നു. സിനിമ സീരിയൽ നടൻ മേഘനാഥൻ അന്തരിച്ചു. 60 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം അല്പസമയത്തിനകം ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ നടക്കും. പിതാവ് ബാലൻ കെ നായരുടെ സ്മൃതി കുടീരത്തിന് സമീപമാകും ചിത ഒരുക്കുക. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഷൊർണൂരിലെ തറവാട്ട് വീട്ടിലെത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചു. ശരണം സന്നിധാനം. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ. ശബരിമലയിൽ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ്. ഇന്നലെ 70,000 തീർത്ഥാടകർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തെങ്കിലും സ്പോട്ട് ബുക്കിംഗ് ഉൾപ്പെടെ ദർശനം നടത്തിയത് 63,000 തീർത്ഥാടകർ മാത്രമാണ്. ഇന്ന് ഉച്ചവരെ ദർശനം നടത്തിയത് 30,000 പേരാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങി ഒരാഴ്ച പിന്നിടുമ്പോഴാണ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ കുറവ്. ഇന്നലെയും ഇന്നുമാണ് സന്നിധാനത്ത് ഏറ്റവും കുറവ് തീർത്ഥാടകർ എത്തിയത്. വെർച്വൽ ക്യൂ വഴി പ്രതിദിനം 70,000 ബുക്കിംഗ് ഉണ്ടെങ്കിലും 5,000 മുതൽ 10,000 വരെ തീർത്ഥാടകർ പല ദിവസങ്ങളിലും എത്താറില്ല. സ്പോട്ട് ബുക്കിംഗ് വഴിയുള്ള ശരാശരി ദർശനവും 5,000 ആണ്. ഒരു ക്രമീകരണം വെച്ചത് അതൊരു നമ്പേഴ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷേ ചില ദിവസം 70,000 ഉള്ള അലക്കുകൾ വന്നിട്ടുണ്ട്. ഒരു ദിവസം 75,000 ആളുകൾ ദർശനം നടത്തി പോയി. അപ്പോൾ അത് ഡിപ്പെൻഡിങ് ആണ്. അപ്പം വരാത്തത് അവരുടെ പല പ്രയാസങ്ങൾ കൊണ്ടായിരിക്കാം. ഇവിടെ ദർശനം സാധ്യമല്ല എന്നൊരു കരുതാൻ കഴിയില്ല. സീസൺ തുടങ്ങി ഇതുവരെ 4 ലക്ഷം തീർത്ഥാടകരാണ് ദർശനം നടത്തി മടങ്ങിയത്. വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്യാതെ എത്തിയാൽ ദർശനം നടത്താൻ കഴിയുമോ എന്ന ആശങ്കയും തീർത്ഥാടകർക്കുണ്ട്. എന്നാൽ ഒരു ഭക്തരെയും മല കയറ്റാതെ മടക്കി അയക്കില്ല എന്നാണ് പോലീസിന്റെയും ദേവസ്വം ബോർഡിന്റെയും വിശദീകരണം. അവധി ദിവസമായ ശനി ഞായർ ദിവസങ്ങളിൽ കൂടുതൽ ഭക്തരെത്തുമെന്നാണ് പ്രതീക്ഷ. 24 സന്നിധാനം. നോക്കാം ഇപ്പോഴത്തെ കാലാവസ്ഥാ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. അമേരിക്കയിൽ നിന്ന് ഉയർന്ന ആരോപണങ്ങൾക്ക് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് ഒരു വിശദീകരണം ഇറക്കിയിട്ടുണ്ട്. US ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസും SECയും ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതം എന്നാണ് അദാനി ഗ്രൂപ്പ് അറിയിക്കുന്നത്. സുതാര്യതയും ഭരണപരമായി ഉയർന്ന ഗുണനിലവാരവും പുലർത്താൻ പ്രതിജ്ഞാബദ്ധമെന്നും അദാനി ഗ്രൂപ്പിന്റെ ഒരു വാർത്താക്കുറിപ്പിൽ അവർ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിനോടകം തന്നെ അത് വലിയ വിവാദമാവുകയും ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലത്തിലാവും അദാനി ഗ്രൂപ്പിന്റെ വിശദീകരണം കൂടി വരുന്നത്. ഈ റിപ്പോർട്ടോടെ വാർത്താ മഴ അവസാനിക്കുന്നു.